സമീപകാലത്ത് പല യുദ്ധങ്ങളും സംഘർഷങ്ങളും നാം കണ്ടു. പലതും ഇപ്പോഴും ശമനമില്ലാതെ തുടരുന്നുമുണ്ട്. ഇതിനിടെ ആഗോളതലത്തിൽ ആയുധ വിൽപ്പനയിൽ വൻ കുതിച്ചുചാട്ടമെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് 100-ലധികം ആയുധ നിർമ്മാണ കമ്പനികളാണ് വലിയ ആദായമുണ്ടാക്കിയത്. കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം $679 മില്യൺ ആയുധങ്ങളാണ് ലോകത്ത് വിറ്റഴിച്ചത്. പലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയും യുക്രൈൻ റഷ്യ യുദ്ധവും കൂടാതെ പ്രാദേശികവും ആഗോളതലത്തിലും നിലനിൽക്കുന്ന സംഘർഷങ്ങളും ആയുധ നിർമ്മാണ കമ്പനികൾക്കും വിതരണക്കാർക്കും വലിയ നേട്ടമുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. ആഭ്യന്തരവും അന്താരാഷ്ട്ര തലത്തിലുമുള്ള ഉപഭോക്താക്കൾക്ക് മുൻവർഷത്തെ അപേക്ഷിച്ച് 5.9% വളർച്ചയുണ്ടായെന്നാണ് കണക്ക്. 2015 അപേക്ഷിച്ച് ഇത് 26% കൂടുതലാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പുതിയ പഠനങ്ങൾ പ്രകാരമുള്ള കണക്കാണിത്. ആഗോളതലത്തിൽ കൂടുതലും നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലും നിലനിൽക്കുന്ന കമ്പനികളാണ്. ചൈനീസ് ആയുധ വ്യവസായവുമായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഏഷ്യയും ഓഷ്യാനിയയും മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കി എല്ലാ ആയുധ നിർമ്മാണ കമ്പനികൾക്കും പ്രതിവർഷമുള്ള സ്ഥിരമായി ലഭിക്കാറുള്ള നേട്ടം ഇത്തവണയും അവകാശപ്പെടാനുണ്ട്. ചൈനയിൽ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് കരാറുകൾ കുറഞ്ഞതാണിതിന് കാരണം. എങ്കിലും ജപ്പാനിലെയും ദക്ഷിണ കൊറിയയിലെയും കമ്പനികൾ നല്ല വളർച്ച നേടി. ആഗോളതലത്തിൽ ആയുധങ്ങൾ തേടിയുള്ള നെട്ടോട്ടത്തിൽ യൂറോപ്പാണ് മുന്നിൽ. റഷ്യയുടെ ഭീഷണിയും യുക്രൈൻ യുദ്ധവുമാണ് യൂറോപ്യൻ രാജ്യങ്ങളെ കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിച്ചത്. യുക്രൈനെ സൈനികമായി പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ മാത്രമല്ല, അല്ലാത്ത രാജ്യങ്ങളും തങ്ങളുടെ സൈന്യത്തെ നവീകരിക്കുന്ന തിരക്കിലാണ്. യുഎസിൽ ലോക്ഹീഡ് മാർട്ടിൻ, നോർത്രോപ്പ് ഗ്രമ്മൻ, ജനറൽ ഡൈനാമിക്സ് എന്നീ കമ്പനികളാണ് മുന്നിൽ. കഴിഞ്ഞ വർഷത്തെ മികച്ച 100 ആയുധ കമ്പനികൾ 3.8% ലാഭവിഹിതമാണ് ഉയർത്തിയത്. യുഎസിലെ 39 കമ്പനികളിൽ 30 കമ്പനികളും ഇത്തവണ നേട്ടമുണ്ടാക്കിയവരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആഗോള സൈനിക നിർമ്മാണ കമ്പനികളിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയും ഇടം നേടി. 2023 ശ്രദ്ധേയമായ ഇരട്ടി വരുമാനത്തിന് ശേഷം ഇതാദ്യമായാണ് മസ്കിന്റെ കമ്പനി ലിസ്റ്റിൽ ഉയർന്നു നിൽക്കുന്നത്. SIPRI പുറത്തുവിട്ട കണക്കുകളിൽ ഏറ്റവും മികച്ച 100 ആയുധ കമ്പനികളിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ആദ്യ 9 സ്ഥാനങ്ങളിൽ ഇടം പിടിക്കുന്നത് ഇതാദ്യമായാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയ്ക്ക് പിന്നാലെ 3 ഇസ്രായേലി ആയുധ കമ്പനികളും സംയുക്തമായി 16% നേട്ടമാണ് ഉണ്ടാക്കിയത്. ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങളും സംഘർഷങ്ങളും ആയുധ നിർമ്മാതാക്കളുടെ കീശ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യുക്രൈനിലെയും ഗാസയിലെയും യുദ്ധങ്ങളാണ് ആഗോളതലത്തിൽ ആയുധങ്ങളുടെ ആവശ്യം കുത്തനെ കൂട്ടിയത്. പല രാജ്യങ്ങളും തങ്ങളുടെ ആയുധശേഖരം വർദ്ധിപ്പിക്കാനും കാലഹരണപ്പെട്ടവ മാറ്റാൻ തിരക്കുകൂട്ടിയതും കച്ചവടം പൊടിപിടിക്കാൻ കാരണമായി. അപ്പോഴും ഒന്നും അറിയാതെ മരിച്ചു വീണ ലക്ഷക്കണക്കിന് പേരുടെ ജീവന്റെ വിലയാണിതെന്നും ഓർക്കാതെ പോകരുത്.